നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 2-ാം തീയതി 1201 ആണ്ട് മകരമാസം 19-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം തിങ്കളാഴ്ച. ആഴ്ച നല്ല ദിവസമാണ്. തിങ്കളാഴ്ച ഒരു ആഴ്ചയുടെ ആരംഭമാണ്. ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച. പക്ഷേ ഇന്നത്തെ നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ശുഭനക്ഷത്രം അല്ലാത്തതിനാൽ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. അപ്പോൾ ഇന്ന് ഒരു പുതിയ ആഴ്ച തുടങ്ങുകയാണ്. പുതിയ കാര്യങ്ങളുമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങുന്ന ദിവസമാണ്. കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുക, എന്നാലും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായാൽ അത് കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഭംഗിയായിട്ട് വരും. ഇപ്പോൾ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ കാര്യമാക്കാതെ, അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളുണ്ടാവും എന്ന് കണ്ട് തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 6 മണി രാവിലെ ഉറക്കമൊളച്ച് അല്ലെങ്കിൽ ഉറക്കം എണീറ്റ് ഉടനെ തന്നെ നെഗറ്റീവ് ഫലം കേൾക്കുന്നു എന്ന് ചിന്തിക്കരുത്. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ള ഒരു മകരമാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. എങ്കിലും തിങ്കളാഴ്ച ദിവസം ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അനുകൂലപ്രദമായി വരികയും ചെയ്യും. പ്രത്യേകിച്ച് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതേപോലെ വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ല ഇപ്പോൾ കുട്ടികളാണെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇല്ല ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാവട്ടെ, ഇതൊക്കെ ഈ നക്ഷത്രത്തിൽ ഈ മാസത്തിൽ തിങ്കളാഴ്ച ദിവസമായ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഇതിനൊക്കെ അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. ഇതിനെയൊക്കെ സഹായിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങണം. അതേപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. ഓരോന്നിന് തിരിക്കുമ്പോൾ രാഹുകാലം നോക്കി യാത്ര തിരിക്കണം. ഇന്ന് രാഹുകാല സമയം വരുന്നത് 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 8 മണി 17 മിനിറ്റ് തൊട്ട് തുടങ്ങും 9:44 വരെ രാഹുകാല സമയമാണ്. അപ്പോൾ രാഹുകാല സമയം ഏകദേശം 44-45 മിനിറ്റിൻ്റെ 3/4 മണിക്കൂറിൻ്റെ വ്യത്യാസം കിടക്കുകയാണ്. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. ഗുളിക കാല സമയം വരുന്നത് 2 മണി 5 മിനിറ്റ് തൊട്ട് അതുപോലെ 3 മണി 32 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 11:11 തൊട്ട് 12:38 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അതായത് മുഹൂർത്തത്തിൻ്റെ രാജാവായ അഭിജിത്തിൻ്റെ സമയം വരുന്നത് 12:14 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെ. 48 മിനിറ്റ് നേരം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരം ഒഴിച്ച് 44 മിനിറ്റ് നമുക്കെടുക്കാം. അതായത് 12:14 തൊട്ട് 12:36 വരെയും, അത് കഴിഞ്ഞ് 12:40 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെയും ഈ സമയം നമുക്ക് എടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ പ്രാധാന്യം കൊടുക്കണം. വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ ശരിക്ക് പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാനും നമ്മളിലേക്ക് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി പാസ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.